ദീനിൻ്റെ കാര്യം വരുമ്പോൾ അതിപ്പോൾ ഒക്കെ അങ്ങനെ ആയാൽ പോരെ, അതിങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെ ഒരു ചിന്ത പൊതുവേ മനുഷ്യൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇസ്ലാമികമായി ഒരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ അതിനെ പ്രമാണങ്ങൾ കൊണ്ട് വിലയിരുത്തണം എന്നതാണ് മതം നിർദ്ദേശിക്കുന്ന അടിസ്ഥാനം. ഏത് വിഷയത്തെയാണെങ്കിലും പ്രമാണത്തിൻ്റെ കണ്ണിലൂടെ അതിനെ വിലയിരുത്തണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ എന്ത് വെളിച്ചം കാണിച്ചു, എന്ത് മാർഗദർശനമാണ് നൽകിയത് എന്ന നിലക്ക് പരിഗണിക്കണം എന്നാണ്. എന്നാൽ മതം അതിൻ്റെ നിർദ്ദേശങ്ങൾ അത് കേവലം പ്രാർത്ഥനാ മന്ത്രങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന, അവിടെ പോലും അത് പരിഗണിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം നടക്കുമ്പോൾ ആ കാര്യത്തെ അതും നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, അതിങ്ങനെ ആവണോണ്ട് അങ്ങനെയല്ലേ, ഇതൊക്കെ കുറേ ദിക്റല്ലേ, അത് ദുആയല്ലേ, അത് സ്വലാത്തല്ലേ, അത് തക്ബീറല്ലേ, ഇങ്ങനെ ചോദിച്ച് കാറ്റഗറൈസ് ചെയ്ത് പതിയെ അതുമായി സമരസപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നത് വിലയിരുത്തിയിട്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ എൻ്റെ സംസാരത്തെ പിന്തുടരാൻ എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. വളരെ പക്കയാണ് ഈ ആയത്ത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബ് 33-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനാണ്. വേണമെങ്കിൽ തഫ്സീറുകളൊക്കെ ഒന്നെടുത്ത് വായിക്കാൻ പറ്റും നമുക്ക്. വമാ കാന ലി മുഅ്മിനിൻ, ഒരു വിശ്വാസിക്കും അനുവദനീയമല്ല, വലാ മുഅ്മിനത്തിൻ, വിശ്വാസിനിക്കും അനുവദനീയമല്ല. ഖുർആൻ പൊതുവെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതിൽ ആണും പെണ്ണൊക്കെ പെടും. പക്ഷെ ഇവിടെ ആണിനെയും പെണ്ണിനെയും ഒന്നുകൂടെ എടുത്തു പറയണം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ അനുവദനീയമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചാൽ, തീരുമാനിച്ചാൽ, പിന്നെ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടേതായ അഭിപ്രായങ്ങൾ പിന്നീട് ഉണ്ടായിക്കൂടാ. മതത്തിൽ അങ്ങനെയാണോ? നമ്മളൊന്ന് ഓരോരുത്തരൊന്ന് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന, ആചരിക്കുന്ന, ജീവിക്കുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണോ? അപ്പൊ കച്ചവടം സംബന്ധിച്ച് മുമ്പൊരിക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊഹക്കച്ചവടത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ് നമ്മൾ ഈ അടക്കയൊക്കെ അത് പൂത്ത് അടക്ക കായ് വന്നതിന് ശേഷമല്ലാതെ അത് പൂക്കുമ്പോൾ തന്നെ തോട്ടത്തിൽ ആ പൂക്കൊല നോക്കി കച്ചവടം ചെയ്യാന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കപ്പ മണ്ണിൻ്റെ അടിയിൽ ഇട്ടിട്ട് ഊഹക്കച്ചവടം, മതിപ്പ് കച്ചവടം നടത്തുക എന്ന് പറയുന്നത് ഇത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കതിന് രണ്ട് പ്രതികരണം കിട്ടി. രണ്ട് പ്രതികരണത്തിലും ഒരേപോലെ ഞാൻ സന്തോഷവാനാണ്. ഒന്ന്, അങ്ങനെയൊക്കെ നോക്കിയാൽ മൗലവി എന്തെങ്കിലുമൊക്കെ നടക്കുമോ? അങ്ങനെയൊക്കെ നോക്കിയാൽ എന്തെങ്കിലും നടക്കുമോ? ഉള്ള പറഞ്ഞാൽ ശരിക്കും ഉള്ളത് തന്നെയാണോ? എന്താണ് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ? അതാണ് സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യ ഭാഗത്തെ ചോദ്യത്തിൽ നിർത്തിയില്ല. രണ്ടാമത്തെ ഭാഗത്തെ ചോദ്യം എന്താ, മൗലവി എന്താണ് അങ്ങനെ പറയാൻ കാരണം, എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിച്ചല്ലോ. എന്നാ മറ്റൊരാള് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാള് ഒരു സാധാരണ അയാൾ കപ്പ വിൽക്കുന്ന വ്യക്തി വരുമ്പോൾ ആ കപ്പ വിൽക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവനെ കൊടുക്കാനായിട്ടില്ല, മൂത്തിന്റെ ശേഷം ഞാൻ പറയും, എന്നിട്ട് പറിച്ചിട്ട് നമ്മൾ രണ്ടാളും നോക്കിയിട്ട് കച്ചവടം നടത്തും കേട്ടോ. അപ്പൊ കപ്പ കച്ചവടക്കാരൻ മൂപ്പരോട് പറയാണ്, എന്ത് ഇതിപ്പോ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയല്ലല്ലോ ചെയ്ത്, പുതിയ വിവരം, പുതിയ ഇൽമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറ്റൂല. ഞാൻ പറയുന്നത് നമുക്ക് ഓരോന്നിനെയും ഇങ്ങനെ വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? ഓരോന്നും തെളിവിന്റെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ. 45 കൊല്ലം ഇങ്ങനെ ജീവിച്ചു, ഇനി ഇങ്ങനെയാണ് പോട്ടെ, അങ്ങനെ ചില ആൾക്കാർ പറയാം. അത് ഇസ്ലാമല്ല. നമുക്ക് എപ്പോഴാണോ ന്യായവും തെളിവും പ്രമാണവും ബോധ്യപ്പെടുന്നത്, ആ ബോധ്യപ്പെടുന്ന ആദ്യ നിമിഷത്തിൽ ആ ന്യായത്തിന്റെയും തെളിവിന്റെയും പ്രമാണത്തിന്റെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് വിശ്വാസി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്വഹാബിമാർ ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് എപ്പോഴാ ബോധ്യപ്പെട്ടത്? അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേർക്ക് എപ്പോഴാ ബോധ്യപ്പെട്ട്? 40 കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ട് അല്ലേ? 40 കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ടത്, അല്ലെ 40നോട് അനുബന്ധിച്ചാണ് എന്ത് ചെയ്തത്? ബോധ്യപ്പെട്ടത്. അപ്പം ഇത് വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു അടിസ്ഥാനപരമായ ഗുണമാണ്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്തു മാഇദയുടെ 5-ാമത്തെ സൂറത്തിന്റെ 82-ാമത്തെ വചനത്തിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, പ്രവാചകന് വല്ലതും അവതരിപ്പിക്കപ്പെട്ടാൽ, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വചനം കേട്ടാൽ, തറാ അയുനുഹും തഫീദു മിനദ്ദമഇ മിമ്മ അറഫു മിനൽ ഹഖ്, ബോധ്യപ്പെട്ട സത്യത്തിന്റെ കൂടെ
നിൽക്കുകയും അവരുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റും നബിയെ. എന്നിട്ട് അവർ പറയും യഖൂലൂന റബ്ബന ആമന്ന, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചുട്ടോ, ഇത്രയും കാലം വിശ്വസിക്കാതെ ജീവിച്ചു, ഇങ്ങനെ തന്നെയാണ് പോട്ടെ എന്നല്ല, മറിച്ച് ഇത്രയും കാലമുള്ളതൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് റബ്ബേ എന്ന് പറയുകയും ഞങ്ങളെ നീ നിന്റെ സത്യമാർഗത്തിൽ സാക്ഷിയാകുന്നവരുടെ കൂടെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ പടച്ചോനെ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ ആ നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കണം. ആ പുനഃപരിശോധനക്ക് വേണ്ടത് കുറച്ച് ധൈര്യ. കാരണം ആ പുനഃപരിശോധന ചിലപ്പോ ജീവിതത്തിൽ പല വിയോജിപ്പുകളും പറയേണ്ടിടത്തേക്ക് നമ്മളെ എത്തിക്കും. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്ക്, നമ്മളിപ്പോ റജബ് മാസത്തിലാണ് നമ്മൾ. എത്രയോ ദീർഘകാലമായി നമുക്കൊരു റജബ് മാസം ഉണ്ടായിട്ടുണ്ടാകും. റജബ് മാസത്തിന് പവിത്രതല്ലേ? റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പവിത്രത ഉണ്ട്. എന്താ പവിത്രത? ഇസ്ലാം മഹത്വരമാക്കിയ, ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഇസ്ലാം പ്രാധാന്യപൂർവ്വം കണ്ട മാസങ്ങളിൽ പെട്ടതാണ് റമളാന്, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ്, മുഹറം. ഈ 5 മാസങ്ങളെ അല്ലേ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ അടുത്തുള്ള രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. നമ്മളെ ചുമരിലെ കലണ്ടർമ മാത്രല്ല, അള്ളാഹുവിന്റെ അടിരേഖയിൽ അവിടെ എന്താണ് 12ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറൂം, അതിൽ 4 എണ്ണത്തിന് മഹത്വമുണ്ട്. ആ 4 എണ്ണത്തിന് ഏതൊക്കെ പറഞ്ഞു? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. പിന്നെ റമളാൻ മാസത്തിൻ്റെത് പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലെ. അവിടെ റബീഉൽ അവ്വൽ ഇല്ല. ഞാൻ ഇടക്ക് ഓർമ്മിപ്പിക്കണം നിങ്ങളെ, നമുക്ക് റബീഉൽ അവ്വലൊക്കെ ഭയങ്കര പ്രാധാന്യമാണ്. അള്ളാഹുവിന്റെ റസൂലും പ്രാധാന്യം കൊടുത്താൽ മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രാധാന്യം കൊടുക്കാൻ പറ്റൂല. ഒരു സംശയമല്ല. അവിടെ അപകടങ്ങള് ഞാൻ അത് പറയുമ്പോ ഇതിന്റെ കൂടെ ഞാൻ റബീഉൽ അവ്വൽ പറയുമ്പോ നമുക്കൊരു ഇളക്കം വന്നു. പഠിച്ചനെ എന്തൊപ്പിയാൾ പറയണു അല്ലെ? എന്താ കാര്യം? നമ്മൾ ഈ ആയത്ത് ഓതുന്നില്ല. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ യോജിച്ചതല്ല ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ, അള്ളാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നെ അവർക്ക് അവരുടേതായ ചോയ്സുകൾ ഉണ്ടാകാൻ പറ്റൂല. അള്ളാഹു റസൂലൊക്കെ വിധിച്ചത് തന്നെ എനിക്ക് എന്റെ ചോയ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ 4 മാസങ്ങൾ മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ്, ഈ 4 മാസങ്ങൾക്ക് ഇസ്ലാം മഹത്വം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ റബീഉൽ അവ്വലിനെ കാണുന്നില്ല. ഇനി റജബിന്റെ കൂടെ റമളാനും കൂടി ഉണ്ട്. റമളാൻ മറ്റൊരായത്തിലൂടെ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണെന്നുള്ള നിലക്ക് റമളാൻ മാസത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബാക്കി മാസങ്ങൾക്കുള്ള പ്രാധാന്യം എന്താ? തുല്യ പ്രാധാന്യമാണ്. ഈ മാസത്തിൽ വിശ്വാസിയോട് എന്താ പറഞ്ഞത്? ചോര ചിന്തരുത്, യുദ്ധം നിഷിദ്ധമാണ്, അക്രമങ്ങളൊന്നും പൊതുവേ പറ്റൂല, ഈ മാസത്തിൽ തീരെയും പറ്റൂല, അതിര് തിരക്കാൻ പറ്റൂല, ഈ മാസത്തിൽ തീരെ അതിര് തിരക്കാൻ പറ്റൂല, ഓവർടേക്ക് ചെയ്ത് ദ്രോഹം ഉണ്ടാക്കാൻ പറ്റൂല, ഈ മാസത്തിൽ തീരെ ഓവർടേക്ക് ചെയ്ത് അപകടങ്ങളോ ആക്സിഡന്റുകളോ ഉണ്ടാക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതതിന്റെ അർത്ഥം. ഈ മാസങ്ങളല്ലാത്ത മാസത്തിലൊക്കെ ഹറാമ് പറ്റുന്നല്ല. ഇങ്ങനത്തെ ഒരു പ്രാധാന്യം ഇതിന് കൊടുത്തു എന്നല്ലാതെ പിന്നെ വേറെ ഒരു നിലക്കും ഈ കാര്യങ്ങളെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. 4 മാസങ്ങളിൽ ഒന്ന് റജബാണ്. ആ റജബിന് ഇസ്ലാം കൊടുത്ത ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമല്ലാത്ത പ്രാധാന്യങ്ങൾ ആര് കൊടുത്തിരുന്നു? ഇന്നമാ റജബു ഷഹ്റുൻ കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ ഫലമാ ജാഅൽ ഇസ്ലാം തുരിക. റജബിന് വേറെ ചില പ്രത്യേകതകളും മഹത്വങ്ങളൊക്കെ ജാഹിലിയ കാലത്ത് കൊടുത്തിരുന്നു, പ്രവാചകന് മുമ്പ് കൊടുത്തിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നീട് അതുണ്ടായിട്ടില്ല. ഇതിൽ പലപ്പോഴും വരുന്ന ഒന്നാണ്, റജബിൽ വരുന്ന ഒന്നാണ് മിഅ്റാജ് ആഘോഷം. വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, ലം യരിദ് ഫീ ഫളലി ശഹ്രി റജബ വലാ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മുഅയ്യനിൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. അത്ര കൃത്യമായിട്ട് പറഞ്ഞൊരു വിഷയം. ഇനി എന്താ നമുക്ക് എടുത്ത് മനസ്സെന്ന് അറിയാൻ ബുദ്ധിമുട്ട്? ഒറ്റ കാര്യമുള്ളൂ, നമ്മളിങ്ങനെ ഒറ്റ കേൾവി കേട്ടാണ് പോകും, പിന്നെ ഒന്നും നോക്കും പഠിക്കൂല. 1 ഏക്കർ ഭൂമി വാങ്ങുകയാണെങ്കിൽ, വേണ്ട 5 സെന്റ് ഭൂമി വാങ്ങുകയാണെങ്കിൽ അതിന്റെ ആധാരം ശരിക്കും നോക്കും. നമ്മൾ ആധാരം നോക്കുന്നുണ്ടാ തോന്നും ഇവൻ 25 കൊല്ലമായിട്ട് ആധാരം എഴുത്തേനും പണിയൊന്നും അല്ലേ. നമ്മൾ നോക്കിയത് പോരാഞ്ഞിട്ട് അത് അറിയുന്ന ആളെ കൊണ്ട് നോക്കിപ്പിക്കും. ഇപ്പൊ വേറൊന്നും കൂടി നോക്കും, വല്ല ഹൈവേയും വരാണ്ടോ, വല്ല റോഡ് വികസനവും വരാണ്ടോ, അതും കൂടി നോക്കും. എന്നിട്ടാ സ്ഥലം വാങ്ങുക. 1 കിലോ മത്തി വാങ്ങുമ്പോ വരെ വളരെ നോക്കിയിട്ടാ വാങ്ങുക. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോ വരെ നോക്കിയിട്ടാ വാങ്ങുക. എന്നാലോ ദീൻ എടുക്കുമ്പോ ഈ പരിശോധന ഒന്നും പലർക്കും ഇല്ല. ഈ മിമ്പറിന്റെ ഡ്യൂട്ടി എടുക്കുകയാണ് ഞാൻ, വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. മിമ്പറിന്റെ ഡ്യൂട്ടി എടുക്കുകയാണ്. കൃത്യമായി ഞാൻ വാചകത്തിന്റെ അർത്ഥം വെക്കാം. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഈ വാചകം കൃത്യമായി
അദ്ദേഹം രേഖപ്പെടുത്തിയ വാചകം വായിക്കാം. ലം യരിദ് ഫി ഫളലി ശഹരി റജബിൻ വലാ സുയാമിഹി. റജബ് മാസത്തിന്റെ മറ്റെന്തെങ്കിലും മഹത്വങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല. വലാ ഫി സുയാമി ശൈഇൻ മുഅയ്യനിൻ മിൻഹു. അതിൽ നോമ്പെടുക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളും ഇല്ല. വലാ ഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി. അതിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകം മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള നമസ്കാരങ്ങളോ കാര്യങ്ങളോ അതുമില്ല. ഹദീസുൻ സഹീഹുൻ, ഒറ്റ ഹദീസ് പോലും യസ്ലഹു ലിൽ ഹുജ്ജ, തെളിവിന് പറ്റുന്ന ഒറ്റ ഹദീസും ഇല്ല. ചില ബുക്കുകളൊക്കെ നോക്കിയാൽ ഒരുപാട് ഹദീസ് കാണാം, ഒരുപാട് ഹദീസുകൾ. എന്താണ് ആ ഹദീസിന്റെ കഥ? കേട്ടോളിം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയണ അമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി, റജബ് മാസത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെടുന്ന നോമ്പുകൾ, ഫഅഹാദീസുഹു കുല്ലുഹാ ലഈഫത്തുൻ, അതിൽ വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. ബൽ മൗളൂഅത്തുൻ, ലഈഫ് മാത്രമല്ല മൗളൂആണ്. മൗളൂ പറഞ്ഞാൽ കെട്ടിണ്ടാക്കിയതാണ്. അതിന് സനദിന്റെ മറ്റേതിനൊക്കെ ചില സനദുകളെങ്കിലും പറയണ്ടാകും. ആ സനദിലെ വ്യക്തികളുടെ ദുർബലത കൊണ്ടായിരിക്കും എന്ത് ചെയ്തത്, ഹദീസ് ലഈഫായി പോയത്. വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഓർമ്മക്കുറവുള്ള കാലത്ത് വന്ന ഹദീസാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഹദീസുകൾ അങ്ങനെയാണ്. ചില പണ്ഡിതന്മാരുടെ ഹദീസ് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കൂല. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മ തകരാറ് വന്ന, ലബത്ത് എന്നാണ് അതിന് പറയാ, ലബത്തിന് തകരാറ് വന്ന കാലത്ത് വന്ന ഹദീസാണ്. ഇത്ര സൂക്ഷ്മമായിട്ട് ഹദീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലഈഫായ ഹദീസ് പോലും സ്വീകരിച്ച് അമല് ചെയ്യേണ്ട അവസ്ഥ മുസ്ലിം ലോകത്തിനില്ല. അത്ര വൃത്തിക്ക് ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ക്രോഡീകരിച്ചെന്ന് അറിയുന്നത്. നമ്മളെ കാലത്ത് എങ്ങനെ ക്രോഡീകരിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ അബൂദാവൂദിന്റെ ഹദീസ് ആണെങ്കിൽ അബൂദാവൂദ് റഹിമഹുള്ളയുടെ ഹദീസ് സ്വഹീഹായതൊക്കെ ഒറ്റ കിതാബില്, എന്നിട്ട് ലഈഫായതൊക്കെ വേറെ കിതാബില്. ഇമാം തുർമുദിയുടേത് സ്വഹീഹ് മൊത്തം കിതാബില്, അതിന് മൊത്തം ലഈഫ് എടുത്തിട്ട് വേറൊരു കിതാബില്. അതെന്തിനാ? നമ്മളെ വിചാരണ ഭയങ്കര വല്ലാത്ത വിചാരണയ്ക്കാരം. ഇനി നമ്മളെ കാലത്തെത്തുമ്പോ, ജൻസിന്റെ കാലത്തേക്ക് എത്തുമ്പോഴുള്ള ഗുണം എന്താ? നേരെ അടിച്ചെടുത്താൽ മതി, ഒറ്റടി. എന്താ? ഹദീസിന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തഹ്ഖീഖ് അടിച്ചെടുത്താൽ ഫുള്ള് വരും. ഏതൊക്കെ പണ്ഡിതന്മാർ ഏതൊക്കെ കിതാബില എങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലേ? സിമ്പിളായിട്ട് ഏത് സാധാരണക്കാരനും പരിശോധിക്കുക. അല്ലെ നമുക്ക് അങ്ങനെ തോന്നാണ്, റജബിന്റെ വിഷയത്തിൽ വന്ന ഹദീസുകളെ കുറിച്ച് എനിക്കൊരു വിവരണം തരൂ എന്ന് അടിച്ചെടുത്താൽ മതി ജമിനിക്ക്. ജമീനിന് പറഞ്ഞു തരും. അല്ലെ ജമീനി ഓണാക്കിയിട്ട് നിങ്ങൾ ചോദിക്കുക, ഹൈ ജമിനി, എന്താണ് റജബിന്റെ വിഷയത്തിൽ ഹദീസുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ പറഞ്ഞുതരും. പക്ഷെ ഈ ചാറ്റ് ബോട്ടുകളുടെ ഒക്കെ ഒരു പ്രശ്നം, അതിൽ കൊടുക്കുന്ന ഫീഡുകൾക്കനുസരിച്ച് ചിലപ്പോൾ പല തെറ്റായ ഡാറ്റകൾ വരും. ചിലപ്പോൾ ആയത്തൊക്കെ ഉണ്ടാക്കി തരും, ചിലപ്പോൾ ഹദീസൊക്കെ ഉണ്ടാക്കി തരും. വേറെ ഒരു കുഴപ്പമാണ് കേട്ടോ. ആ കുഴപ്പം കാണാതെ പോകരുത്. എന്നാൽ നമുക്ക് റിസോഴ്സ് ഒക്കെ കിട്ടും. ഒറിജിനൽ ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാവുന്ന വിധം കാര്യങ്ങൾ കിട്ടുന്നുള്ള വിഷയത്തിൽ സംശയമല്ല. ഏതൊക്കെ? ഒന്ന് സ്വലാത്തുർ റഗായിബ്, അതുപോലെ തന്നെ ഈ പിന്നെ ശഅബാൻ 15 നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരം. ഈ രണ്ട് നിസ്കാരങ്ങളും 100 റക്അത്തായി നിസ്കരിക്കുന്ന ശഅബാൻ 15 നിസ്കാരവും പിന്നെ 12 റക്അത്തുള്ള സ്വലാത്തുർ റഗായിബും, ഈ രണ്ട് സംഗതികളും, ഇത് രണ്ടും ബിദ്അത്താണ് എന്ന് കൃത്യമായി ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്താണ്. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. സ്വലാത്തുർ റഗായിബ് എന്നറിയപ്പെടുന്ന നമസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിലാണത് നിർവഹിക്കപ്പെടുന്നത്. പിന്നെ 12 റക്അത്ത്. അതുപോലെ ശഅബാൻ മാസത്തിലെ 15 രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന, ശഅബാൻ 15 നിർവഹിക്കപ്പെടുന്ന 100 റക്അത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരം, ഈ രണ്ട് നമസ്കാരങ്ങളും അത് രണ്ടും ബിദ്അത്താണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് വലിയ അസ്ലുകൾ കിട്ടുന്നുണ്ട്. എന്താ? നിങ്ങൾ നോക്കുക, ഒരാൾ 100 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എത്ര സുജൂദ് കിട്ടുന്നുണ്ട്, എത്ര റുക്കൂഅ് കിട്ടുന്നുണ്ട്. ഈ സുജൂദും റുക്കൂവും തസ്ബീഹും തഹ്ലീലും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് പറ്റൂല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഇത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാ പറഞ്ഞത്? സമുദായം ഭയങ്കര പ്രതിസന്ധികളെ നേരിടുമ്പോൾ, SIR-ന്റെ ഭയങ്കര പ്രശ്നം, അതേപോലെ തന്നെ പിന്നെ നമ്മളെ തല ഉടലും ഇരിക്കണോ എന്നുള്ള വിഷയമൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. നല്ല ചോദ്യമാണ്. അതൊരു, നമ്മൾ അതിനൊരു പരിഹാസത്തിൽ എടുക്കണ്ട, അതിനെ വൈജ്ഞാനികമായിട്ട് എടുക്കാം. വൈജ്ഞാനികമായിട്ട് എടുത്താൽ ഇത്തരം വിഷയം സമുദായത്തിൽ ചർച്ച ചെയ്തതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്കിനൊന്നും പറ്റൂല. എന്നാലോ മുക്കിന് കൊണ്ടേ സ്ഥാനാർത്ഥിനെ നിർത്തിയാലോ, മുക്കിന് കൊണ്ടേ സ്ഥാനാർത്ഥിനെ നിർത്തിയാലോ, നല്ല നിസ്കരിക്കണ നോമ്പോൽക്കണിയും സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് കുറച്ചാൾ മറ്റോൾക്ക് കൊടുക്കും, ഉള്ള വോട്ട് കുറച്ചും കിട്ടുമ്പോൾ വോട്ട് ചിഹ്ന ഭിന്നായിട്ട് ജയിക്കേണ്ട മറ്റേ ചങ്ങാതി ജയിച്ചു വരും. അതാ തിരുവനന്തപുരത്തൊക്കെ കണ്ട്, മനസ്സിലായില്ലേ? അതാ തിരുവനന്തപുരത്തൊക്കെ കണ്ട്. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ ശുദ്ധീകരണം കൊണ്ടോ അവരുടെ കർമ്മരംഗത്തെ വിമലീകരണം കൊണ്ടോ ഒരു പ്രശ്നവും വരുന്നില്ല. എല്ലാ വോട്ടും ഏത് പെട്ടിക്കാ ചാടുക എന്നറിയാം. വെട്ടത്തൂർ അങ്ങാടിയിൽ നാളെ ഒരു വയല് വെച്ചു, അതിന് മറുപടി വയലും വെച്ചു കൂട്ടിക്കൊള്ളി. 2-4 റൗണ്ട് നടന്നു, വോട്ട് ഒരു ഒറ്റ പെട്ടിക്ക് ചാടുള്ളൂ, അല്ലേ? ഒറ്റ പെട്ടിക്ക് ചാടുള്ളൂ, ഒരു സംശയമില്ല. ഒരിക്കലും RSSകാരന്റെ പെട്ടിക്ക് ചാടൂല. ആർക്കും വിഷമം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് മൂപ്പര് എന്നോടാണ് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ടേ കേട്ടോ. വല്ലാഹി എന്റെ ഉള്ളിൽ ഈ വിഷയത്തിന്റെ ക്ലിയറൻസ് അല്ലാത്ത വേറൊരു ലക്ഷ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുസ്ലിം സമുദായം ദുരാചാരങ്ങളും അനാചാരങ്ങളുമായിട്ട് പടച്ചോന്റെ മുന്നിൽ എന്നുള്ള പ്രശ്നം എന്താ?
ബിദ്അത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. ബിദ്അത്തിന്റെ പ്രശ്നം പറഞ്ഞുതരാം. ഷിർക്കിന്റെ പ്രശ്നം അറിയാലോ. ഷിർക്ക് ചെയ്തത് ഇബ്രാഹിം നബിന്റെ വാപ്പ കേട്ടോളി. എന്നിട്ട് ഇബ്രാഹിം നബിന്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ വരിക. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയാ, പഠിച്ചോ പിന്നെ മോനെ, വാപ്പാക്ക് പറ്റിപ്പോയി, ഇത് ഞാന് ഉണ്ടാക്കുന്ന കോൺവെർസേഷൻ അല്ല, സംഭാഷണമല്ല. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസാണ്. പാപ്പാക്ക് പറ്റിപ്പോയി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ല, പാപ്പാ നിങ്ങൾ അങ്ങനെ പറയില്ലേ, നിങ്ങൾ വിഗ്രഹത്തെ പൂജിച്ചേർന്ന ആളാണ്, വിഗ്രഹം ഉണ്ടാക്കിയ ആളാണ്. ഞാൻ വിഗ്രഹാരാധനക്കെതിരിൽ സംസാരിച്ചപ്പോ എന്നെ കൊല്ലാനും എന്നെ കത്തിക്കാനും വേണ്ടി നാട്ടുകാർ തീക്കുണ്ടാരുണ്ടാക്കിയപ്പോ ആ തീക്കുണ്ടാരത്തിലേക്ക് വറകിന്റെ കെട്ടും കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറയുക, പരലോകത്ത് വരാൻ പോണ രംഗം പഠിച്ചൊപ്പം പറയാം. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കും, പഠിച്ചോനെ എന്റെ വാപ്പ നരകത്ത് പോണ എനിക്ക് അപമാനാണ്, അതുകൊണ്ട് എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ആരാണീ ചോദിക്കണേ? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്കു പറഞ്ഞോ എന്നാണ് ഷേഖിനെ കുറിച്ച് പറഞ്ഞത്. എന്റെ ഒരു മുരീദും നരകത്തിലില്ലാന്ന് നരകത്തിനെ കാക്കണം മലക്ക് എനിക്ക് ഓഫർ തന്നിട്ടുണ്ട്. അപ്പോ ഷേഖിന്റെ ത്വരീഖത്തിൽ പങ്കെടുക്കുന്ന ഒരാള് ഒരു കറാഹത്ത് പോലും ചെയ്യൂല. വലത്തേക്ക് തുപ്പാന്ന് പറയണേ, ഇടത്തേക്കല്ല വലത്തേക്ക് തുപ്പാന്ന് പറയണ കറാഹത്താണ്. ആ കറാഹത്ത് പോലും ചെയ്യൂല. അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആളായതുകൊണ്ട് ഡയറക്റ്റ് പോകുന്നതാണ് അതിന്റെ അർത്ഥം എന്നാണ്. തൊട്ടടുത്ത വരി എന്താ? എന്റെ മുരീദാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്കു പറഞ്ഞോവർ എന്ന് പറഞ്ഞേ. ആളടുത്ത് പറയണ എന്ത്? എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ ഏറ്റവും നല്ലവൻ ഞാനൊന്ന് ചൊന്നോവർന്ന്. എന്റെ മുരീദ് നന്നാകണ്ട, ഞാൻ നന്നായ മതീതാണ്. സഹോദരന്മാരെ, ഇത് മുസ്ലിം സമുദായത്തിൽ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ ആ വിഷയത്തെ ഒരാളെയും കുറ്റം പറയാതെയും ഒരാളെയും വിമർശിക്കാതെയും ഒരാളെയും വേദനിപ്പിക്കാതെയും ആ വിഷയം പറയാൻ പറ്റും നമുക്ക്. ഞാൻ ആരെങ്കിലും വിമർശിച്ചോ? ഞാൻ ആരെങ്കിലും ആക്ഷേപിച്ചോ? ഇത് അങ്ങനെ പഠിക്കാത്തോണ്ടും പരിശോധിക്കാത്തോണ്ടും ഇത് കൈ പിടിച്ച് നടക്കാണ്. നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പഠിച്ചോൻ പറഞ്ഞ എന്താ? സാറല്ല ഇബ്രാഹിം എന്നാണോ? ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം? 17-18 വയസ്സായപ്പോ നബി ആയിട്ടുണ്ട്, പിന്നെ റസൂലായിട്ടുണ്ട്, ഉലുൽ ആസ്മിൽ പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം ഖലീല, ഞാനിവിടെ ഓതി വെച്ച ആയത്ത് ഇബ്രാഹിം നബി ഇസ്ലാമിനെ അള്ളാഹു കൂട്ടുകാരനാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി ഒരു ജനതയുടെ മുഴുവൻ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അല്ലദി വഫ, എല്ലാ പണിയും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ചെയ്ത ഇബ്രാഹിം നബിനോട് എന്താ പറഞ്ഞറിയോ? ഇബ്രാഹിം, നിനക്ക് അവകാശമല്ലാത്തത് ചോദിക്കരുത് എന്നാ. നിന്റെ കാലിന്റെ താഴേക്ക് നോക്ക്. അപ്പൊ ഒരു നികൃഷ്ട ജീവിയായിട്ട് വാപ്പ അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് നരകത്തേക്ക് പോണത് കണ്ടു എന്നാണ്. ഇനി ആരാ നമ്മളെ കാക്കുക? നമ്മളൊരു പള്ളി ഉണ്ടാക്കി വെള്ളിയാഴ്ച ഈ 10-100 ആൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഖുത്തുബയും സംഭവമൊക്കെ ആയിട്ട് പോകാൻ ഒറ്റ കാരണമുള്ളൂ. യോജിക്കാവുന്ന എല്ലാറ്റിലും നമ്മൾ യോജിക്കും. ബാങ്ക് നമ്മൾ ഉറക്കം കൊടുക്കണല്ലോ, ഉണ്ടോ? ഇവിടെ ഉണ്ടോ ബാങ്ക് കൊടുക്കണം? ഇവിടെ ബോക്സ് ഉണ്ടോ? അത് മൊത്തത്തിലൊരു ബോക്സ് മതി വിചാരിച്ചിട്ടാ. എല്ലാ പ്രദേശത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. യോജിക്കാവുന്ന എല്ലാ പോയിന്റിലും നമുക്ക് ആളുകളോട് യോജിക്കാം. പക്ഷേ നാളത്തെ ഖബർ രക്ഷപ്പെടുന്നതിൽ വലിയ പ്രശ്നമുള്ള കുറച്ച് കാര്യമുണ്ട്. അത് യോജിച്ചാൽ അത് മൂത്താപ്പല്ലേ, എളാപ്പല്ലേ, കുഞ്ഞാപ്പല്ലേ, അല്ലേ, പാപ്പല്ലേ, എക്കാക്കല്ലേ, എമ്മല്ലേ, ഭാര്യല്ലേ എന്ന് വിചാരിച്ച് യോജിച്ചാൽ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി. സൂറത്ത് ഖിയാമയിലെ ആയത്താണ്. പരിഭാഷ കിട്ടും. എല്ലാ സംഘടനകൾക്കും ഉണ്ട് പരിഭാഷ വേണ്ടാന്നൊക്കെ ആദ്യം എല്ലാവരും പറഞ്ഞെങ്കിലും എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് വായിച്ചു നോക്ക് നിങ്ങൾ. എന്താ ആയത്ത്? യുബസ്സറൂനഹും, നിനക്ക് അവരെ കാണാം. യവദ്ദുൽ മുജ്രിം, അന്ന് അവിശ്വാസി ആഗ്രഹിക്കും. അല്ല, അവിശ്വാസിയല്ല, കുറ്റവാളി എന്ന മുജ്രിമിന്റെ അർത്ഥം. കുറ്റവാളി ആഗ്രഹിക്കും. ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, എന്റെ മോനെ നരകത്ത് കിട്ടിട്ട് എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ. വസാഹിബതിഹി വഅഖി, സ്വന്തം കൂട്ടുകാരനെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ നരകത്തിലിട്ടിട്ട് എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ. വമൻ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ ആളെയും നരകത്ത് കിട്ടിട്ട് എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമ്മളിവിടെ ഇങ്ങനെ പലർക്കും വേണ്ടി പലതും കോംപ്രമൈസ് ചെയ്ത് ജീവിച്ച് പ്രമാണങ്ങളിലുള്ളത് ഒരു ഭാഗത്ത് കിടക്കുക, നമ്മൾ വേറൊരു ഭാഗത്ത് ജീവിക്കുക, എന്നിട്ടോ അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളെന്ന് വിചാരിച്ചാൽ ഷിർക്കിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ട് വരെ പടച്ചോൻ എടുത്തിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടോ, ബിദ്അത്തിന്റെ അവസ്ഥ എന്താ? തൗബ തടയുന്നാണ്. ഇന്നല്ലാഹി തജറ തൗബ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെ തടഞ്ഞു വെക്കും. അനിൽ മുബ്തദഇ, ബിദ്അത്ത് ചെയ്യുന്നവനിൽ നിന്ന്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ നോക്ക്, എന്താ? സ്വലാത്തുൽ മഅറൂഫത്തി ബി സ്വലാത്തിർ റഗായിബ്, റഗായിബ് നമസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ട നമസ്കാരം. വഹിയ 12 റക്അത്തിൻ, അത് 12 റക്അത്താണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാ, അത് മഗ്രിബിനും ഇശാക്കും ഇടയിലാണ് നിസ്കരിക്കുന്നത്. ഏത്? ലൈല അവ്വലു ജുമുഅ ഫി റജബ്, റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാത്രി ഒരു നിസ്കാരം.
വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ 15-ന്റെ രാത്രിയിലെ നിസ്കാരം 100 റക്അത്ത്. വഹാതാനി സ്വലാതാനി ബിദ്അതാനി മുൻകറാനി, ഇത് രണ്ടും വെറുക്കപ്പെട്ട ബിദ്അത്തുകളാണ്, വെറുക്കപ്പെട്ട ബിദ്അത്തുകളാണ് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ എത്ര ദിക്റുണ്ട്, എത്ര റുക്കുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു അടിസ്ഥാനമായി നമുക്ക് പരിഗണിക്കാൻ കഴിയണം. എന്താ അറിയോ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം, തൗബ ഒരാൾക്ക് തടയുന്നു പറയാനുള്ള കാരണം, അന്നഹു യുസ്തഹ്സിനുഹ വയറ അന്നഹു മുസീബ്, അവനതിങ്ങനെ നല്ലതായിട്ട് കാണും. ദിക്റല്ലേ, 6666 ദിക്റല്ലേ, അല്ലെങ്കിൽ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഉസ്താദ് ഇരുന്നിട്ട് ചൊല്ലിയും കണ്ട് അയക്കാൻ പറഞ്ഞേ 36,000 സ്വലാത്തല്ലേ, നല്ലതല്ലേ എന്നവൻ വിചാരിക്കും, കൂലി കിട്ടുമെന്നവൻ വിചാരിക്കും. വലിഹാദാ ഫൽ ഗാലിബ് അന്നഹു യമൂതു അലൈഹ വൽഇയാദു ബില്ലാഹ്, അതുകൊണ്ട് മിക്കവാറും ആളുകൾ അതിൽ തന്നെ മരിച്ചു പോവുക ചെയ്യുക, പുനർവിചിന്തനത്തിന് അവസരം ഉണ്ടാവില്ല. അന്നഹു യറ അന്നഹു മുസീബുൻ, കാരണം അയാൾക്ക് കൂലി കിട്ടുന്ന ആൾ വിചാരിക്കും. ബിഖിലാഫി സാഹിബിൽ മഅസിയ, എന്നാലോ ഒരു മഅസിയത്ത് ചെയ്യുന്ന ആള്, ഒരു പാപം ചെയ്യുന്ന ആള്, മദ്യപിക്കുന്ന ആള്, മോഷ്ടിക്കുന്ന ആള്, അല്ലദീ യുറഫു അന്നഹു ആസിൻ, അവനറിയാം അവൻ പാപമാണ് ചെയ്യണതെന്ന്, അന്നഹു ആ കാര്യം എന്താണ്, അത് ഹറാമാണ് എന്നും അവൻ അറിയാം, അന്നഹു മുഖ്തിഉൻ, അവൻ തെറ്റുകാരനാണെന്ന് എന്നും അറിയാം. അപ്പൊ ചിലപ്പോ ഫയതൂബ്, അവൻ തോബ് ചെയ്യും, വഖദ് യതൂബുല്ലാഹു അലൈഹി, അപ്പൊ ഒരുപക്ഷെ അല്ലാഹു അവൻ തോബ് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള പുണ്യമാണ് എന്നുള്ള നിലക്ക് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ശരിക്കും പരിശോധിക്കണം. ആൾക്കാരെന്താ പറയാറിയോ, ഇവരുള്ള ദിക്റും സ്വലാത്തും ദുആക്ക മുടക്കുകയാണെന്ന് പറയാം. അല്ല സഹോദരന്മാരെ, ഇവിടുന്ന് നമ്മൾ ഈ മിമ്പർ വന്ന് നമ്മൾ എത്ര ദിക്ർ പഠിക്കലുണ്ട്, എത്ര ദുആ പഠിക്കലുണ്ട്. ജീവിതം മുഴുവൻ ദിക്റുകളിൽ നിക്ഷേപിക്കാൻ മാത്രം അദ്കാറുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് നിമിഷങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അങ്ങാടി പോകുമ്പോ ദിക്റുണ്ട്, അങ്ങാടി പോകുമ്പോ ദിക്റുണ്ട്, അല്ലേ? ഒരു ദുരന്തം കണ്ട അവിടെ ദിക്റുണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോണ്ട്, യാത്ര പോകുമ്പോണ്ട്, എല്ലാ രംഗത്തും അദ്കാറുകളുണ്ട്. യാത്ര അയക്കുമ്പോണ്ട് നമ്മളെന്താ ചെയ്യുക, വേഗം ഒരു അൽഫാത്തി ഓതും, എന്നിട്ട് ഒരു ഉസ്താദ് പിന്നെ പ്രാർത്ഥിക്കും, തീരും. അതല്ല അവിടുത്തെ ഇസ്ലാമി നമുക്ക് തോന്നണ മാതിരി പറ്റുമോ? നമ്മൾ റബ്ബർ വെട്ടാൻ ഒരാളെ ഏൽപ്പിച്ചു. അയാൾ പറഞ്ഞു റബ്ബറിന്റെ വിലയൊക്കെ പറ്റ ഡിമ്മാണ്, മുപ്പര റബ്ബറൊക്കെ വെട്ടിയിട്ട് നമ്മൾ നോക്കുമ്പോണ്ട് കുറെ തെങ്ങും തൈ. നമുക്ക് പറ്റുമോ? തെങ്ങാണ് ഭയങ്കര സംഭവം, സർക്കാർ ഇപ്പൊ ഭയങ്കര സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നടക്കണതേ. നമ്മളിപ്പോ നിസ്കാരത്തിൽ ആദ്യം സുജൂദാക്കിയിട്ട് റുക്കു ആക്കാൻ പറ്റുമോ? എന്താക്കാൻ പറ്റാത്ത? അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. അതേ തത്വത്തിലൊക്കെ ബാധകാണ്. അള്ളാഹു പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായിക്കൂടാന്നാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതല്ലേ എന്ന് ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അങ്ങനെ ചെയ്യുന്ന വ്യക്തി പ്രവാചകൻ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നബി പഠിപ്പിച്ചെന്താ, മാമിൻ ശൈഇൻ യുഖരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ വഖദ് അമർതുക്കും ബിഹാ, നിങ്ങൾക്ക് സ്വർഗ്ഗത്ത് പോകേണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റേണ്ടതും ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അത് പഠിപ്പിച്ച പ്രവാചകൻ ആ പറഞ്ഞത് ശരിയല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തൊക്കെ വിദ്അത്തുകളെ വളരെ കണിശമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. റസൂൽ പറഞ്ഞു ഹദസൻ, ഒരാളൊരു പുത്തൻ കാര്യം ഉണ്ടാക്കി, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയ ആൾക്ക് അയാൾ അഭയം കൊടുത്തു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ശപിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഒരു ഇസ്ലാമിന്റെ ശത്രു ഒരാൾ വെട്ടാൻ വരുന്നുണ്ട്, അപ്പൊ നമ്മൾ വീട്ടിൽ കയറ്റണ്ടെന്നാണോ? അല്ല, അതാരും കയറ്റാം, അല്ലെ? ഒരു പുലി ഒരു മാൻപേടനെ ഓടിക്കുന്നുണ്ടെങ്കിൽ ആ മാൻപേടനെ എടുത്ത് നമ്മളെ കാറിലിട്ടാല് അതിനടക്കം കൂലിട്ടു. ഒരു പാറ്റ അവിടെ വീണ് ചിറകൊടിഞ്ഞ് നിൽക്കണേ, നമുക്ക് അതിന് തോന്നുകയാണ് അതിന്റെ ചിറകൊക്കെ ഒന്ന് റെഡി കൊടുത്ത്, ഒരു പക്ഷിക്ക് കൊടുത്ത്, അതിനൊന്ന് വെള്ളമൊക്കെ കൊടുത്ത് അതിന് നമുക്ക് കൂലി കിട്ടും. ഇവിടുത്തെ വിഷയം അതല്ല. ബിദ്അത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, നമ്മളെ ബിൽഡിംഗ് കൊടുക്കുക, നമ്മളെ സൗകര്യങ്ങൾ കൊടുക്കുക, നമ്മളെ പണം കൊടുക്കുക, നമ്മളെ സംവിധാനങ്ങൾ കൊടുക്കുക. എന്താ, അത് കൊടുക്കാതിരിക്കുമ്പോൾ നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാട് ചിലപ്പോൾ അത്ര എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എന്താ, പല പല ബിസിനസ്സില്ലേ, അതേപോലെ അവരുടെ ഒരു സ്ഥാപനക്കാരുടെ നടത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഹദീസുകൾ വായിച്ചുള്ളൂ, ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടോ. മൻ അഹദസ ഹദസൻ, ഒരാളൊരു പുത്തൻ കാര്യം ഉണ്ടാക്കി, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയ വ്യക്തിക്ക് അഭയം കൊടുത്തു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ അടുത്ത് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. പുത്തൻവാദി എന്ന് ഒരു വിഭാഗത്തെ വിളിച്ച് ജനം അതിനെ വേറൊരു തലക്ക് റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ പല ജാതി നേർച്ചകളും ഏർപ്പാടുകളൊക്കെ നടക്കുന്നുണ്ട്. മദീനയിലോ ഉണ്ടോ? നമ്മള് റമദാൻ 17 വരുമ്പോ വമ്പൻ നേർച്ച ഉണ്ടാവും. എന്നാൽ എന്തേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ലാതിരുന്നത്? അപ്പം ഇത്തരം കൃത്യമായ പരിശോധനകൾ നമുക്ക് വേണം. മാത്രമല്ല, മുമ്പ് നമ്മൾ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അതെന്താ അറിയോ? ഹൗദുൽ കൗസറിന്റെ അടുത്താണ് ഇനി വിശ്വാസികൾ എത്തുക.
സിറാത്ത് കടക്കുന്ന വ്യക്തികളെത്ത ഹൗദുൽ കൗസറിന്റെ അടുത്താണ് കേട്ടോ. ഹൗദുൽ കൗസറിന്റെ അടുത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് എന്താ, പ്രവാചകന്റെ അടുത്തേക്ക് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന ചില വ്യക്തികളെ അള്ളാഹു തടയും, അവർക്ക് കൊടുക്കണ്ടെന്നറിയും. പ്രവാചകനെ ഗൈബ് അറിയില്ല. അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കും, മുസൈഹാബി അവരെന്റെ ആളുകളല്ലേ പടച്ചോനെ എന്ന് ചോദിക്കുമ്പോ അല്ല, ഇന്നകലാത്തതിരി മഹ്ദസു ബഅദക, നിനക്ക് ശേഷം ദീനിൽ അവര് കുറെ പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് അവര് ചെയ്യുന്നത് അവർക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാ? വിശ്വാസിക്കതുണ്ടാക്കുന്ന പരലോകത്ത് നഷ്ടമുണ്ട്. അപ്പോ എന്ത് SIR-ന്റെ കാലാണെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാക്കി പോകുക എന്നുള്ളത് പ്രധാന. പരലോകം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് ശാന്തമായി വ്യക്തമായി സമൂഹത്തോട് പറയാം. നമ്മൾ ആരെയും ആക്ഷേപിക്കണ്ട, ആരെയും പരിഹസിക്കണ്ട. പരിഹസിക്കണവരുണ്ടെങ്കിൽ അതാരാണെങ്കിലും അത് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ കാര്യങ്ങളെ ചിന്തിക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സത്യം കണ്ടെത്തുക എന്നത് വിശ്വാസപരമായ ബാധ്യതയാണ്. ഏറ്റവും സൂക്ഷ്മമായ ഈമാനിന്റെ അംശങ്ങളിലേക്ക് എത്താൻ നിരന്തരം വിശ്വാസി പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. നമ്മൾ ദുന്യവിയായ ഒരുപാട് പുരോഗമനങ്ങളൊക്കെ നമുക്കുണ്ടാകും. പുതിയ വണ്ടി വാങ്ങും, പുതിയ വീട് വെക്കും, പുതിയ ഡ്രസ്സ് എടുക്കും. പക്ഷേ നമ്മുടെ നിസ്കാരം 25 കൊല്ലമായിട്ട് ഒരേ മാതിരിയാണ്. നമ്മുടെ ഖുറാനിലെ ഹിഫ്ള് 10 കൊല്ലമായിട്ട് ഒരേപോലെ. നമ്മളെ ദീനിയായ അറിവ് പലപ്പോഴും അങ്ങനെയാണോ? എല്ലാവരും അല്ല, പലരും അങ്ങനെയാണ്. ആണെങ്കിൽ അതിൽ എഡിറ്റിംഗ് വേണം. അപ്പോഴേ ഈമാൻ ഉണ്ടാകുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ പേടിക്കുന്നത് ദീന് പഠിക്കണവരാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഇടങ്ങറുണ്ട് ഇത്തരം വഴികളിൽ സഞ്ചരിക്കുമ്പോൾ. പക്ഷേ ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് അപ്രതീക്ഷിതമായ വഴികളിലൂടെ നമുക്ക് സംരക്ഷണം തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ ഒരു തത്വം ജീവിതത്തിൽ പാലിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പാലിയേറ്റീവിന് വേണ്ടിയാണ് കളക്ഷൻ എടുത്തത്. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടുകാരിയായ ഒരു സഹോദരിക്ക് വേണ്ടി, പെൺകുട്ടിക്ക് വേണ്ടി പിന്നെ നമ്മൾ ഈ ആഴ്ച കളക്ഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചു. 35 ലക്ഷം രൂപ വേണ്ടതിലേക്ക് 12 ലക്ഷം രൂപ ആയി എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇന്ന് ഒരു സംഭാഷണ മധ്യേ അറിയിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തുക മനസ്സറിഞ്ഞ് പച്ചക്കരളുള്ള എന്തിന് പിന്നെ നന്മ ചെയ്താലും അതിന് പുണ്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അസ്ല് നമ്മളെപ്പോലെ ആ ബക്കറ്റിലേക്ക് ഇടാൻ പ്രചോദനങ്ങളുള്ള മറ്റൊരു സമൂഹവുമില്ല. ഉറപ്പാണ്. നമ്മൾ ബലാഇനെ തടയാനാണ് സ്വതക്ക എന്നാണ്. പടച്ചോനെ എങ്ങനത്തെ വിഷമം എനിക്ക് വരാതിരിക്കാൻ എന്ന് വിചാരിച്ച് നമ്മൾ ഇടുക അല്ലേ. 45-50 ലക്ഷം വേണ്ടിയെന്ന നമ്മൾ എത്ര അഭിമാനിയായിട്ടും കാര്യമില്ല. നമുക്കും വേണ്ടി പബ്ലിക്കിന്റെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യം വരും. ആ കിഡ്നിയിൽ പിന്നെ ജീവിക്കുമ്പോൾ ആളുകളുടെ മുന്നിലൊക്കെ ഒരു ഔദാര്യത്തിന്റെ, മനുഷ്യന്മാർ അത്രയ്ക്ക് നന്നായിട്ടുള്ളൂ അല്ലേ. ഓനെ നമ്മൾ കൊടുത്തിട്ടോ നേരായതെന്നാ പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ആ ഒരു സംരംഭത്തോട് സഹായിക്കണം, സഹകരിക്കണം എന്നീ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ.